ശിവസേന തർക്കത്തിൽ ഉദ്ധവ് താക്കറെയ്ക്ക് തിരിച്ചടി. ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തെ ഔദ്യോഗിക ശിവസേനയായി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി. അതേസമയം ഹർജിയിൽ നോട്ടീസ് അയക്കാമെന്ന് കോടതി വ്യക്തമാക്കി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിനെ ഔദ്യോഗിക ശിവസേനയായി അംഗീകരിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഉദ്ധവ് താക്കറെ പക്ഷത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടിക്കെതിരെ ഉദ്ധവ് താക്കറെ സുപ്രീം കോടതിയെ സമീപിച്ചത്. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഷിൻഡെ വിഭാഗത്തിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ നോട്ടീസ് കൊണ്ട് പ്രശ്നം തീരില്ലെന്ന് ഉദ്ധവ് താക്കറെയ്ക്കായി ഹാജരായ അഡ്വക്കേറ്റ് കപിൽ സിബൽ അറിയിച്ചു. ഇടക്കാല ഉത്തരവ് വേണമെന്നും ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പാർട്ടി ചിഹ്നത്തെക്കുറിച്ച് മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നുള്ളൂവെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കൃത്യമായ നടപടികൾ പാലിക്കാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെന്ന് ഉദ്ധവിനായി കപിൽ സിബൽ കോടതിയിൽ പറഞ്ഞു. അതേസമയം ഉദ്ധവ് താക്കറെയുടെ ഹർജി നിലനിൽക്കില്ലെന്ന് ഷിൻഡെ പക്ഷവും വാദിച്ചു. എന്നാൽ ഉദ്ധവ് പക്ഷം MLA-മാരെ അയോഗ്യരാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങില്ലെന്ന് ഷിൻഡെ പക്ഷം സുപ്രീം കോടതിയെ അറിയിച്ചു. ഹർജി 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഭയപ്പെടുത്തി ഭരിക്കുന്ന രാഷ്ട്രീയമാണ് BJP-യുടേതെന്നും എല്ലാം അറിയാമെന്ന മിഥ്യാധാരണ വെച്ചു പുലർത്തുന്ന പാർട്ടിക്ക് ആരോടും ബഹുമാനമില്ലെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി.